ഇതുണ്ടോ, അത് രണ്ടെണ്ണം എക്സ്ട്രാ ഉണ്ട്. ആ എക്സ്ട്രാ രണ്ടെണ്ണം നമ്മൾ ഗീവ് അവേ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം. നമ്മൾ ലിപ് ബാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാവുന്ന വീഡിയോ കേട്ടോ അത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിപ് ബാം. കാണാത്തവർക്കൊക്കെ അതായത് ഈ റെഡ് കളർ കിട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ വെമ്പാലംപെട്ട എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ ആൽക്കനേറ്റ് റൂട്ട് എന്ന് പറയും. ആ ഒരു വേരാണത്. ആ വേര് നമ്മുടെ ഓയിലിൻ്റെ അകത്ത്, നമ്മൾ ഏത് ഓയിലാണ് ഇതിനകത്ത് ഈ ഉപയോഗിക്കാൻ, ഇത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, ആ ഓയിലിൽ നമ്മൾ ഈ ആൽക്കനേറ്റ് റൂട്ട് നമ്മൾ അതിനകത്ത് ഇട്ട് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം വല്ലതും മുക്കി വെക്കുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള കളറ് അതിനകത്തോട്ട് കയറും, ആ ഓയിലിലോട്ട് കയറും. ഇനി നമുക്ക് ഓയിലിനെ കുറിച്ച് പറയാം. ആദ്യം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടെന്ന് വെച്ചത് ആൽമണ്ട് ഓയിലാണ്. ഇപ്പോൾ ഈ കളർ ഇതാണ് നമ്മളെ ആൽമണ്ട് ഓയിൽ, കോൾഡ് പ്രസ് ചെയ്ത ആൽമണ്ട് ഓയിലാണ്. ഇതാണ് നമ്മൾ ആദ്യം ഉപയോഗിച്ചുകൊണ്ടെന്ന് വെച്ചത്. ഇത് നന്നായിട്ട് നറിഷ് ചെയ്യുന്നതാണ്, മോയ്സ്ചറൈസേഷനൊക്കെ നല്ല ഒരു സാധനമാണ്. ഇത് ലൈറ്റ് ആയിട്ടുള്ളൊരു ഓയിലാണ്. കോക്കനട്ട് ഓയിലിനൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ലൈറ്റാണ് ഈ സാധനം, സ്കിന്നിലോട്ട് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. പക്ഷേ നമുക്കിപ്പോൾ കുറച്ച് കൂടുതൽ കസ്റ്റമേഴ്സും പറയുന്നത് അവരുടെ ലിപ്പിന് പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അൺഈവൺ ആയിട്ടുള്ള കളറുണ്ട്, കൂടുതൽ ലിപ്സ്റ്റിക് ഒക്കെ ഉപയോഗിച്ചിട്ട് ലിപ്പ് ഡാർക്കായി. അപ്പോൾ അതിന് വേണ്ടി പറ്റിയ ഒരു ലിപ് ബാം ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിന് പറ്റിയ ഒരു സൊല്യൂഷനാണ് നമ്മുടെ റോസിപ്പ് ഓയിൽ. അപ്പോൾ നമ്മൾ ഇതായിരുന്നു നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ ആൽമണ്ട് ഓയിൽ. അതിന് വരെ ഇപ്പോൾ നമ്മൾ റോസിപ്പ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് റെന്റിനോയിക് ആസിഡ് ഉണ്ട്, അതായത് സെൽസിൻ്റെ ടേൺ ഓവേഴ്സ് കൂട്ടാനായിട്ട്. അതായത് പെട്ടെന്ന് ഇപ്പോൾ ഒരു സെല്ലിൻ്റെ സൈക്കിൾ പെട്ടെന്ന് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി, പഴയ സെല്ലൊക്കെ പോയിട്ട് പുതിയ സെല്ല് വരും, അങ്ങനെ പെട്ടെന്ന് ഫ്രഷ് ആയിട്ടുള്ള സെല്ലുകൾ വന്നുകൊണ്ടിരിക്കും ലിപ്പിൽ. അപ്പോൾ ആ ഒരു പിങ്കിഷ് കളർ കിട്ടും ലിപ്പിന്. അപ്പോൾ അതായത് നമ്മളുടെ കളർ ആഡ് ചെയ്തിട്ടുള്ള ലിപ്പിൽ തേക്കുമ്പോഴുള്ള പിങ്കിഷ് അല്ല, നമ്മൾ തേച്ച് ഒരു 1 വീക്ക് 2 വീക്ക് ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടാൻ തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ omega-3 omega-5 ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ലിപ്പിനെ ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കും. ഹൈഡ്രേറ്റ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്ഫുൾ ആണ് ഈ റോസിപ്പ് ഓയിൽ. പക്ഷേ നമ്മുടെ ഈ ആൽമണ്ട് ഓയിലിനെക്കാട്ടും 4 ഇരട്ടി പ്രൈസ് കേട്ടോ ഈ സാധനം. വില കൂടുതലാണ് ഈ സാധനത്തിന്, പക്ഷേ നല്ല റിസൾട്ട് ഉണ്ട്. ഈ റോസിപ്പ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോസിൻ്റെ ഇതളൊക്കെ പോയി കഴിയുമ്പോൾ നടുക്കുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതിനെ നമ്മൾ കോൾഡ് പ്രസ് ചെയ്തെടുക്കുന്നതാണ് ഈ ഓയിൽ. അപ്പോൾ ഇൻഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ ഓയിൽ ഒരു ഗ്ലാസ് ജാറിൻ്റെ അകത്ത് നമ്മൾ ഒഴിച്ചു വെക്കുക. എന്നിട്ട് ഈ ആൽക്കനേറ്റ് റൂട്ട്, അതായത് വെമ്പാലം പട്ട നമ്മൾ ഇതിനകത്തോട്ട് മുക്കി വെക്കുക. ഒരു 2-3 ദിവസം അങ്ങനെ മുക്കി വെക്കുമ്പോഴത്തേക്കും അത് നല്ല കളർ വരും. 1-2 ദിവസം വെക്കുമ്പോഴത്തേക്കും അത് കളർ വരും. ആ വെമ്പാലം പട്ട നമുക്ക് ആൽക്കനേറ്റ് റൂട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. കണ്ടോ, ഇതിനകത്ത് മുക്കി വെച്ചപ്പോൾ ഈ ഒരു കളർ കിട്ടി. കണ്ടോ, നല്ല റെഡ് കളർ കിട്ടി. ഇത് ഇത്രയും ഡാർക്കായിട്ട് ഇരിക്കുന്നത് നോക്കണ്ട, കാരണം നമ്മൾ ലിപ് ബാമിൽ വെക്കുമ്പോഴത്തേക്കും ലൈറ്റ് ഒരു ഷെയ്ഡേ കിട്ടുള്ളൂ, ലൈറ്റ് ആയിട്ടുള്ള ടിൻഡേ കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ പിന്നെ ഉള്ളത് ബീസ് വാക്സ് ആണ്. അത് സാധാരണ ലിപ് ബാമിലൊക്കെ ഉപയോഗിക്കുന്ന പാരഫിൻ, അത് പെട്രോളിയം ജെല്ലി അങ്ങനത്തെ വാക്സ് ഒന്നും, പാരഫിൻ വാക്സോ കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ ഫുള്ളി നാച്ചുറലാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ തേൻ മെഴുകാണ്. തേനീച്ചയുടെ കൂടില്ലേ, അതിൽ നിന്ന് കിട്ടുന്ന ആ മെഴുകാണ്. അതിലോട്ട് നമ്മുടെ നേരത്തെ ഇൻഫ്യൂസ് ചെയ്ത ഓയിൽ, ആൽക്കനേറ്റ് റൂട്ടിൽ ഇൻഫ്യൂസ് ചെയ്തെടുത്ത ഓയിൽ നമ്മൾ മെഷർ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഷിയ ബട്ടർ, അൺറിഫൈൻഡ് ആയിട്ടുള്ള ഷിയ ബട്ടർ ആട്ടോ. അത് റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ പോകും. അതുപോലെ തന്നെ ബീസ് വാക്സും അൺറിഫൈൻഡ് ആയിരിക്കണം. അപ്പോൾ ആ അൺറിഫൈൻഡ് ആകുമ്പോഴാണ് അതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം കേട്ടോ. കറിയായാലോ, അമ്മ എന്നെ കൊല്ലും. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഇത് ഡബിൾ ബോയിൽ എടുക്കാം. അപ്പോൾ നമ്മളൊരു പാത്രത്തിനകത്ത് ഇതുപോലെ ഇങ്ങനെ വെള്ളം നിറച്ച് വെക്കുക. എന്നിട്ട് അതിനൊന്ന് ചൂടാക്കി എടുക്കണം. അതിൻ്റെ പുറത്തോട്ട് ഇതെടുത്ത് വെക്കാം. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മെൽറ്റാക്കി കിട്ടാവുന്ന ഒരു ചൂട് മതി കേട്ടോ. അധികം ചൂടാക്കി തിളപ്പിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇത് മെൽറ്റ് ആവാനുള്ള ചൂട്. കാരണം അധികം ചൂടാക്കി കഴിഞ്ഞാൽ അതിനകത്തുള്ള നമുക്ക് നറിഷ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വേറെ ഫോമിലോട്ട് മാറിപ്പോകും. അപ്പോൾ അത് കാരണം ജസ്റ്റ് അതിൻ്റെ മാക്സിമം ഗുണങ്ങൾ കിട്ടാൻ വേണ്ടി, അത് നമ്മളങ്ങനെയല്ലോ, ഫുഡാണെങ്കിലും നമ്മൾ ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അതിനകത്ത് എത്ര ചൂടാക്കുന്നോ അതിൻ്റെ അത്രയും ഗുണങ്ങൾ പോയിക്കൊണ്ടിരിക്കും. എത്ര റോ ആയിട്ടിരിക്കുന്നോ അത്രയും ബെറ്ററാണ്. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ അധികം ചൂടാക്കാതെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക, ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ.
അപ്പോൾ ഇത് ചൂടായത് ഫുള്ളി മെൽറ്റ് ആയിട്ടുണ്ട്. ഉണ്ടോ? ഇനി ഇതിനകത്ത് ഒന്ന് കുറച്ചൊന്ന് ചൂടാറി കഴിയുമ്പോഴത്തേക്ക്, അധികം ചൂടാറി കഴിഞ്ഞാൽ കട്ടായി പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് വൈറ്റമിൻ ഇ ആഡ് ചെയ്യാം കേട്ടോ. വൈറ്റമിൻ ഇയുടെ ഓയിൽ നമുക്ക് കിട്ടും കടയിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ്സ് കിട്ടും. ഇതിനകത്തും വൈറ്റമിൻ ഇൻ്റെ ഓയിൽ ഉണ്ട്. അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് അതിനകത്തോട്ട് ഇടാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറി കഴിയാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം വെക്കാം. എന്നിട്ട് ചൂടാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ വൈറ്റമിൻ ഇ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ വൈറ്റമിൻ ഇ ആഡ് ചെയ്യുവാണ്. ഇതുപോലെ നമുക്ക് ഒരു ലിപ് ബാമിന് 2 തുള്ളി വെച്ചിട്ട്, അപ്പോൾ 10 ലിപ് ബാം ഉണ്ടാക്കുന്നെങ്കിൽ നമുക്കൊരു 20 തുള്ളി വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് തണുക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ചാപ്സ്റ്റിക്കിനകത്തോട്ട് നിറയ്ക്കാം. ഓ, താഴെ ആയിട്ടോ. അപ്പോൾ അതാ നമ്മൾ എല്ലാത്തിലും ലിപ് ബാം നിറച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, എല്ലാം ടേബിൾ മാറ്റിൽ വീണിട്ടുണ്ട്. കുറേയൊക്കെ സ്റ്റിക്കറിലും വീണു. ഇത് നമ്മുടെ നേരത്തെ സ്റ്റിക്കറാട്ടോ, അതുകൊണ്ടാണ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആൽമണ്ട് ഓയിൽ ഒക്കെ ഉപയോഗിച്ചേക്കുന്നത് ഒന്ന് എഴുതിയേക്കണേ. നമ്മുടെ ഇത്തവണ ഉപയോഗിച്ചേക്കുന്ന റോസിപ്പ് ഓയിലാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സിനും പിന്നെ ഡ്രൈ ആയിട്ടുള്ള ചാപ്പൽ ലിപ്സിനൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സാധനം കേട്ടോ. ഞാൻ സാധാരണ ഈ ടേബിൾ മാറ്റും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടാണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഇത്തവണ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഇത് മാറ്റൊന്നും ഇട്ടതാണ്. ഇനിയിപ്പോൾ മാറ്റ് ഇനി ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും അത് പോട്ടെ, നമ്മുടെ ലിപ് ബാമിലൊട്ടിക്കുന്ന സ്റ്റിക്കേഴ്സ് ആട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതിനകത്ത് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ആൽമണ്ട് ഓയിൽ എന്ന് എഴുതിയിട്ടുണ്ട്. ശരിക്കും നമ്മളുടെ ഇപ്പോൾ ഉണ്ടാക്കിയതിനകത്ത് ആൽമണ്ട് ഓയിൽ അല്ല, ഇനി തൊട്ട് ഉണ്ടാക്കുന്നതിൽ ആൽമണ്ട് ഓയിൽ ഉണ്ടാകുന്നതല്ല. നമ്മൾ ഇനി തൊട്ടുള്ള എല്ലാത്തിലും നമ്മൾ ഈ റോസിപ്പ് ഓയിലിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ആൽമണ്ട് ഓയിൽ മോശമായതുകൊണ്ടല്ല, പക്ഷേ റോസിപ്പ് ഓയിലിനെ ആൽമണ്ട് ഓയിലിനെക്കാട്ടും കൂടുതൽ പിഗ്മെൻറ്റേഷൻ കളയാനും പിന്നെ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി, ഡീപ്പ് ഹൈഡ്രേഷനൊക്കെ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ആൽമണ്ട് ഓയിലിനകത്തുണ്ട്. ഐ മീൻ ഇത് റോസിപ്പ് ഓയിലിനകത്തുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് കളറ് ചാപ്സ്റ്റിക്കാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് പറയണം കേട്ടോ. ബ്ലാക്ക് ആണോ ഇഷ്ടപ്പെട്ടത് അതോ വൈറ്റ് ആണോ ഇഷ്ടം എന്നുള്ളതൊന്ന് പറയണം കേട്ടോ. പിന്നെ ഇതിനകത്ത് 10 നമുക്കൊരു ഓർഡർ വന്നേക്കുന്നത്. ഒരു ചേച്ചിയുടെ കൊളീഗ്സിനൊക്കെ ആയിട്ട് വേണ്ടി 10 നേരത്തെ ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് ആൽമണ്ട് ഓയിൽ വെച്ചുണ്ടാക്കിയതാണ്, അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പുതിയത് റോസിപ്പ് ഓയിൽ വെച്ചിട്ട് ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അത് ഓക്കെ എന്ന് പറഞ്ഞു. അത് കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർക്ക് എടുത്തോന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു 10 ചേച്ചി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വലിയൊരു താങ്ക്സ്. ചേച്ചിയുടെ കൊളീഗ്സിനൊക്കെ വേണ്ടിയൊക്കെയാണ്. അപ്പോൾ പിന്നെ അത് കൂടാതെ നമുക്കൊരു 2 എക്സ്ട്രാ ഉണ്ട്. 12 ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് 2 എക്സ്ട്രാ ഉണ്ട്. ആ എക്സ്ട്രാ 2 നമ്മൾ ഗീവ് അവേ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാഴ്ച നമ്മൾ വെയിറ്റ് ചെയ്യും. ഒരാഴ്ചക്കുള്ളിൽ ആരൊക്കെ കമൻറ്റ് ഇട്ടോ അതിനകത്ത് നിന്ന് ഒരു 2 പേരെ സെലക്ട് ചെയ്തിട്ട് 2 പേർക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഈ സാധനം ഗീവ് അവേ ചെയ്യുന്നതാണ് കേട്ടോ. 10 മിനിറ്റ് ഇരുന്നപ്പോഴത്തേക്ക് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇതുണ്ടോ, ഈ ആൽക്കനേറ്റ് റൂട്ട് നമ്മൾ ഈ ഓയിൽ ഇൻഫ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും വലിയ ടിൻഡ് പ്രതീക്ഷിക്കരുത് കേട്ടോ. വലിയ രീതിയിലുള്ള ടിൻഡഡ് ലിപ് ബാം അല്ല, ഒരു ലൈറ്റ് ടിൻഡേ നമ്മൾ പ്രതീക്ഷിക്കാവും. അപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുറച്ച് തേക്കുമ്പോഴത്തേക്കും നല്ല കളർ കിട്ടും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കളറൊന്നും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല. ആൽക്കനേറ്റ് റൂട്ട് ഓയിലിൻ്റെ ഇൻഫ്യൂഷനാണ് നടന്നേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇത്ര വലിയ കളർ അത്ര കൂടി ടിൻഡഡ് ആയിട്ട് കിട്ടില്ല.